പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പത്രസമ്മേളനമാണ്. വേദിയിലിരിക്കുന്നത് ശ്രീ ജോണി കുരുവിള, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ചെയർമാനാണ്. ശ്രീ ഡോക്ടർ നടക്കൽ ശശി, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ബേബി മാത്യു, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റാണ്. ഈ പത്രസമ്മേളനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ 2 വർഷത്തിലും ഒരിക്കലാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കോൺഫറൻസ്, ബൈനൽ കോൺഫറൻസ് നടക്കുന്നത്. ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 30ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ 30ാമത്തെ വർഷത്തിൻ്റെ ആഘോഷവും ബൈനൽ കോൺഫറൻസും ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബൈനൽ കോൺഫറൻസ് നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചാണ്. അത് നടക്കുന്നത് ജൂൺ 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ്. 1995 സ്ഥാപിതമായ പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. അന്തരിച്ച മുൻ ചീഫ് കമ്മീഷണറായിരുന്ന ബഹുമാനപ്പെട്ട TN ശേഷൻ ചെയർമാനായും കെൽട്രോണിൻ്റെ സ്ഥാപകനായിരുന്ന ശ്രീ KPP നമ്പ്യാർ പ്രസിഡൻ്റായും തുടങ്ങിയ 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വേൾഡ് മലയാളികളുടെ അസോസിയേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. അതിപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അതിൻ്റെ വേൾഡ് മലയാളി കൗൺസിലെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ജോണി കുരുവിള നിങ്ങളോട് പറയുന്നതാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടന 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് 52 പ്രോവിൻസസുമായിട്ട് മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ട് നിലനിന്ന് പോവുകയാണ്. 1995 തുടങ്ങിയതാണ്. ഡോക്ടർ ജോർജ് സുദർശന്, ബാബു പോൾ സാറ്, അംബാസഡർ TP ശ്രീനിവാസൻ്റെ പത്നി ലേഖ ശ്രീനിവാസൻ, ഇവരൊക്കെ അതിൻ്റെ നേതൃത്വം എടുത്തിട്ടുള്ളവരാണ്. അവരുടെ പിൻഗാമികളായിട്ടാണ് ഞാനും ബേബിച്ചനും ഐസ പൊട്ടാണിപ്പറമ്പിലും ഇപ്പം നമ്മളുടെ കൂടെ ഉണ്ട്. പത്രപ്രവർത്തകനാണ് മിഡിൽ ഈസ്റ്റിലെ. അപ്പം നമ്മൾ ബക്കുവിൽ വെച്ച് നമ്മളുടെ ഗ്ലോബൽ കോൺഫറൻസ്, ഒരു പ്രതിനിധി സമ്മേളനം ഏതാണ്ട് 500 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 27, 28, 29, 30 തീയതികളിലാണ്. സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടു നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധി സമ്മേളനവും വനിതകളുടെയും യൂത്തിൻ്റെയും വനിതാ ഫോറത്തിൻ്റെയും യൂത്ത് ഫോറത്തിൻ്റെയും പ്രതിനിധികളും അവരുടെ നേതൃത്വത്തിൽ പല പ്രോഗ്രാംസും നടത്തുകയാണ്. നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു 100 സ്കൂളുകളിലേക്കുള്ള അവബോധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്, ലഹരിക്കെതിരെ. പിന്നീട് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും 30 വർഷത്തേക്കുള്ള, ഇപ്പം 30 വർഷം തികഞ്ഞതാണ്, അടുത്ത 30 വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ്, ഒരു മാസ്റ്റർ പ്ലാൻ. എല്ലാ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഏറ്റെടുക്കുമ്പോൾ 2 കൊല്ലത്തേക്കാണ് സാധാരണ ഉള്ളപ്പം 25-27 വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ബക്കുവിൽ വെച്ച് തീരുമാനിക്കും. അവിടെ തന്നെയുള്ള സംഘടനകളുണ്ട്, മലയാളികളുടേതായ സംഘടനകളും ഇന്ത്യ മൊത്തത്തിലുള്ള സംഘടനകളും തമിഴ് സംഘടനകളും അവരും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കും അവിടെ ഒരു പ്രോവിൻസ് ബക്കുവിലുണ്ട്. ഈ തീരുമാനം കഴിഞ്ഞ ജനുവരി 11 വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പരമോന്നത അധികാര സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ ജനുവരി 11 എടുത്ത തീരുമാനപ്രകാരമാണ്. ഏതാണ്ട് 400 പേർ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആരുടെ അടുക്കൽ നിന്നും പണം നമ്മൾ വാങ്ങിക്കുകയല്ല, എല്ലാവരും അവരുടെ ഓൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബാക്കി കാര്യങ്ങൾ പറയും.
പിന്നീട് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ്, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 95 ആരംഭിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത് 14ാമത് ദ്വൈവാർഷിക സമ്മേളനമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ദ്വൈവാർഷിക സമ്മേളനം ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. 2021 കോവിഡ് ആയതുകൊണ്ട് ഓൺലൈനിൽ നടത്തേണ്ടി വന്നു. 2018 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ചാണ് ഞങ്ങളുടെ സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനമുണ്ട്, ജനറൽ കൗൺസിലുണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്, വനിതാ സമ്മേളനം, യുവജന സമ്മേളനം, ഇങ്ങനെ വിവിധങ്ങളായ തരത്തിൽ സമ്മേളനത്തിൽ പല സെഷൻസുകളായി വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വർഷം കൂടുമ്പോഴാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ 2025-27 ഭാരവാഹികളെ ബാക്കുവിൽ നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗം തിരഞ്ഞെടുക്കും. തുടർന്ന് അടുത്ത വർഷങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബിസിനസ് സെഷൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബാക്കുവിൽ തന്നെ അവിടെ ഞങ്ങളുടെ പ്രോവിൻസ് ഉണ്ട്. ആ പ്രോവിൻസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലുള്ള വലിയ പ്രഗത്ഭരായ മലയാളികൾ പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനമാണ്. 500 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ 30 വർഷത്തെ ആഘോഷവും ഭാവി 1 വർഷം നീണ്ടു നിൽക്കുന്ന 30 വർഷത്തെ ആഘോഷങ്ങൾ. 6 റീജിയനുകളാണ് വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ റീജിയനുണ്ട്, മിഡിൽ ഈസ്റ്റ് റീജിയനുണ്ട്, അമേരിക്ക റീജിയൻ, യൂറോപ്പ് റീജിയൻ, ഫാർ ഈസ്റ്റ് റീജിയൻ, ആഫ്രിക്ക റീജിയൻ. 6 റീജിയനുകളായി ഞങ്ങളുടെ താഴെ തട്ടിലുള്ള ഘടകം എന്ന് പറയുന്നത് പ്രോവിൻസാണ്. ഈ പ്രോവിൻസ് ലെവലിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ 1 വർഷത്തേക്ക് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലഹരിക്കെതിരെ, കഴിഞ്ഞ ബൈനിയൽ കോൺഫറൻസിൽ ഡൽഹിയിൽ ലഹരിക്കെതിരെ പാടാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സ്ലോഗൻ ഞങ്ങൾ അവിടെ ഉയർത്തുകയുണ്ടായി. ഡൽഹിയിൽ അതനുസരിച്ച് മാരത്തോൺ വാക്ക് നടത്തി. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ 100 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളിൽ ഇത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മുടെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പോകുന്നവർക്ക് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനും വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളെ പ്രോവിൻസുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നീട് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പാലായിൽ വെച്ച് പാലായിലെ കടപ്പളാമുറ്റത്ത് 1 ഏക്കർ 10 സെന്റ് വസ്തു, അത് ഞങ്ങളുടെ ഗ്ലോബൽ ചെയർമാൻ സൗജന്യമായി വേൾഡ് മലയാളി കൗൺസിൽ നൽകിയതാണ്. അവിടെ 25 വീടുകൾ വെച്ച് നൽകുന്ന പ്രോജക്റ്റ് നടന്നു വരികയാണ്. 12 വീടുകൾ പൂർത്തീകരിച്ചു. 12 വീടുകൾ പൂർത്തീകരിച്ച് ഭവനരഹിതരായ ആളുകൾക്ക് കൊടുത്തു. ഇനി 12 എണ്ണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പം അങ്ങനെ നിരന്തരമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് കേരളത്തിലാകമാനം ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നമ്മൾ വിതരണം ചെയ്തു. പഠനം മുട്ടി നിൽക്കുന്ന കുട്ടികൾക്ക് ടാബ്ലറ്റുകളും മൊബൈൽ ഫോണുകളും നൽകി. അതുപോലെ നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലുണ്ട്. വേൾഡ് മലയാളി കൗൺസില് മലയാളികളുടെ കേരളത്തിന് പുറത്തുള്ള കഷ്ടപ്പെടുന്ന മലയാളികൾക്കും കൈത്താങ്ങായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും, എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും, മറ്റ് പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ മിക്കവാറുമുള്ള പ്രദേശങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. 4 പ്രോവിൻസുകളാണ് കേരളത്തിലുള്ളത്. ട്രാവൻകൂർ പ്രോവിൻസ്, തിരുക്കൊച്ചി പ്രോവിൻസ്, മലബാർ പ്രോവിൻസ്, വള്ളുവനാട് പ്രോവിൻസ്. ഈ പ്രോവിൻസിൻ്റെ കീഴിൽ ജില്ലാതലങ്ങളിൽ ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു വരികയാണ്. അപ്പോൾ എല്ലാവരെയും ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മുടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ സമ്മേളനത്തിലേക്ക് കൂടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. സംവിധാനത്തിൽ അകലെയല്ല. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചത് കൊണ്ട്
നിരവധി ആൾക്കാർ അസർബൈജാനിലേക്കും തുർക്കിയിലേക്കുള്ള യാത്രകൾ ബഹിഷ്കരിക്കുകയാണ്. ഈ സമയത്ത് വേൾഡ് മലയാളി കൗൺസിൽ കൂട്ടത്തോടെ അങ്ങോട്ട് പോകുന്നത് തെറ്റായ സന്ദേശമല്ല. എന്തുകൊണ്ടാണ് അവിടെ തന്നെ നിങ്ങൾ ബാക്കി എല്ലാവരും യാത്രകൾ ഒഴിവാക്കുന്നത്? ഞങ്ങൾ ഈ സമ്മേളനം പ്ലാൻ ചെയ്തത് 1 വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. ഇതിൽ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ അവർ തന്നെ പല പ്രോവിൻസസ് ആണുള്ളത്. അവർ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എവിടെയാണ് നടക്കുന്ന വെന്യൂ മാത്രം ഞങ്ങൾ റേറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 80% ആളുകൾ ഓൾറെഡി വിവിധ രാജ്യങ്ങളിലെ ആളുകൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. അവിടെ കോൺഫറൻസ് ഹാളിലുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് മാറ്റാൻ ഞാൻ ഒത്തിരി ചർച്ച ഇതിനെപ്പറ്റി നടത്തി. ഞങ്ങളുടെ മീറ്റിങ്ങുകൾ പലപ്പോഴും ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്നത് അത് ആ കാര്യം കൊണ്ട് എല്ലാവർക്കും അത് മാറ്റുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു പ്രോവിൻസ് തന്നെയുണ്ട്. മലയാളികളുടെ ഒരു അസോസിയേഷനുണ്ട്. ഞങ്ങൾ ഇവരെല്ലാം ബന്ധപ്പെട്ടു. ഞങ്ങൾ പ്രതിനിധികൾ അവിടെ പോയി, ഈ അടുത്തിടയ്ക്ക് അവിടെ പോയി ഇന്ത്യൻ അംബാസഡറെ കണ്ടു. അവിടെ ഇന്ത്യൻ അംബാസഡറൊക്കെ പറഞ്ഞു നിങ്ങൾ വരൂ നടത്തൂ. അവിടുത്തെ മലയാളികൾ പറഞ്ഞു നിങ്ങൾ വരൂ നടത്തൂ. ഞങ്ങൾ പ്രോവിൻസിൻ്റെ ആളുകൾ പറയുന്നു, എല്ലാ മലയാളികൾ പറയുന്നു വരൂ നടത്തൂ എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നമ്മുടെ ഒരു വിദേശയാത്ര വിയറ്റ്നാമിന് പോയി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോയ ഫ്ലൈറ്റിൽ 20ഓളം ആളുകൾ ചൈനയ്ക്ക് പോകുന്ന ആളുകൾ, മലയാളികൾ ഞാൻ പോയ ഫ്ലൈറ്റിലുണ്ട്, ചൈനയ്ക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരാൻ കാര്യം, അപ്പം നമ്മൾ ഈ ബാക്കുവിലുള്ള അല്ലെങ്കിൽ അസർബൈജാനിലുള്ള മലയാളികൾ എന്ന് പറയുകയാണ് നമ്മുടെ കുട്ടികളോട് പഠിക്കാൻ പോകുന്നുണ്ട്. ധാരാളം ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട്. 10 ബില്യൻ്റെ ബിസിനസ് ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് അവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുവാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ പോവില്ല. പിന്നെ ഇന്ത്യൻ അംബാസഡർ പറയുകയാണ് നിങ്ങൾ വരൂ, ഇവിടെ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഞങ്ങൾക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത ഒരു മലയാളി ടൂർ ഓപ്പറേറ്റർ, അദ്ദേഹം 120 പേരുമായിട്ട് സഞ്ചരിക്കുകയാണ്, മലയാളികളുമായിട്ട് സഞ്ചരിക്കുകയാണ്. അതാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ടർക്കി, എന്തോരം ആളുകൾ ടർക്കിയിലേക്ക് നമ്മുടെ മലയാളികൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനൊരു ഒരു റിസോർട്ടും ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്ന ആളുകളാണ്. അസർബൈജാനിൽ നിന്നും ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഓരോ ആളുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 20ഓളം ആളുകൾ ഞാൻ പോയ ഫ്ലൈറ്റിൽ ചൈനയിൽ പോകുന്നുണ്ട്. അവർ മാത്രമല്ല ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് മലയാളികളും മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ ചൈനയിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുന്നു, ബിസിനസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കാണാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, രാജ്യ മിനിസ്റ്റർ, ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ചൈനയ്ക്ക് പോകാനായിട്ട് പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. അല്ല, ചൈന അതിലും വലിയ പ്രശ്നമാണ്. കാരണം ഏറ്റവും കൂടുതൽ, ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ, സോറി, ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കേട്ടോ, രാഷ്ട്രീയം പറയാൻ വിചാരിക്കരുത്. ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ ഈ ടെൻഷനിൽ യുദ്ധം എന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ യുദ്ധം ആയിക്കോട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സഹായിച്ചത് ചൈനയല്ലേ? ഏറ്റവും കൂടുതൽ ആയുധം കൊടുത്തത് അവരല്ലേ? ഏറ്റവും സോഫിസ്റ്റിക്കുള്ള ആയുധം അവരുടെ കയ്യിലാണുള്ളത്. അവരാണ് ആയുധം കൊടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയാണ് പിന്നെ നമ്മൾ ചൈനയെ ബഹിഷ്കരിക്കണ്ടേ? നമ്മൾ ആരും ചൈനയിലേക്ക് പോകരുതല്ലോ, ചൈനയായിട്ട് ഒരു ബിസിനസ് ചെയ്യരുതല്ലോ. കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് റുപ്പീസിൻ്റെ ബിസിനസ്സാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഇവിടുത്തെ കമ്പനികൾ അവരുമായിട്ട് ചെയ്യുന്നത്. പക്ഷെ മുഴുവൻ ജനങ്ങളും അങ്ങനെ ഈ 2 രാജ്യങ്ങളെയും ബഹിഷ്കരിക്കുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു സംഘടന എന്ന നിലയിൽ അതിനെതിരായിട്ടൊരു തീരുമാനം എടുത്തത് ശരിയായ രീതിയാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അല്ല, ഞാൻ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറയാൻ വേണ്ടി 3 കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് ചൈനയാണ്. ഞാൻ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ, അതൊരു രാഷ്ട്രീയം പറഞ്ഞതല്ല. ഉണ്ടായ സാഹചര്യം ഇതായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ഒരു എന്താ പറയണേ, നമ്മളൊരു സുഹൃത്ത് അവിടെയുള്ള നമ്മുടെ ആളുകളുമായിട്ട്, നമ്മുടെ മലയാളികൾ അവിടെയുണ്ട്, അവർക്കും സംരക്ഷണം കൊടുക്കണം. പിന്നെ നമ്മളൊരു കഴിയുന്നിടത്തോളം ഇപ്പം തന്നെ നമ്മുടെ 6 ഡെലിഗേഷൻ, നമുക്കറിയാം, നമ്മുടെ 6 ഡെലിഗേഷൻ ഇന്ത്യയിൽ നിന്ന് പോയേക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റ് രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുകയല്ലേ വേണ്ടത്. അത്ര എനിക്ക് അതിനെ പറ്റി പറയാനുള്ളൂ. ചെയർമാൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാണോ പറയട്ടെ. നമ്മൾ മഹാത്മാഗാന്ധിയുടെ രാജ്യത്തു നിന്നുള്ളവരാണ്. ഇവിടെ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും പറയുവാനും ഒക്കെ. ഇന്നിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വിട്ടിരിക്കുന്ന ഡെലിഗേഷൻ ശശി തരൂറിൻ്റെ നേതൃത്വത്തിൽ കൊളംബിയയിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, കൊളംബിയ എന്ന രാജ്യം പാകിസ്ഥാനിൽ മരിച്ചവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയും സോളിഡാരിറ്റി അവർക്ക് വേണ്ടി പറയുകയും ചെയ്തു. ആ രാജ്യത്ത് പോയി മഹാത്മാഗാന്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സംസാരമാണ് നടത്തുന്നത്. നമ്മളോട് ആരോഗ്യം ഇത് സ്വാതന്ത്ര്യ ജനാധിപത്യ രാജ്യമാണ്,
അപ്പോൾ അവരുമായിട്ട് സ്നേഹമായിട്ട് തന്നെ പോകണം. അവിടെ ഇന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മലയാളികളും അവിടുത്തെ ജനങ്ങളുമായിട്ടൊരു സംവാദവും നമ്മൾ നടത്തുകയാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷൻ വരികയോ അങ്ങോട്ട് പോകരുതെന്ന് പറയുകയോ, അവിടെ ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. $10 ബില്യൺ പെട്രോളിയം പ്രോഡക്ട്സ്, ഇന്ത്യയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോഡക്ട്സ് അവിടെ നടത്തിക്കൊണ്ട് അവരാരും അത് ക്യാൻസൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവിടെ മലയാളികളായിട്ടുള്ള ആൾക്കാരും തമിഴരും ബാക്കി ഇന്ത്യൻസുമായിട്ട് അനേകം ജനങ്ങളുണ്ട്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്ലോബൽ കോൺഫറൻസിൻ്റെ ആൾക്കാരെ സൂം മീറ്റിങ്ങിൽ ബന്ധപ്പെട്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യണമോ വേണ്ടയോ എന്ന് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ വിളിച്ച് തീരുമാനിച്ചപ്പോൾ അവരെല്ലാം പൈസ കൊടുത്ത് ഓൾറെഡി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ഹോട്ടലും ബുക്ക് ചെയ്തതാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പണമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പോകാൻ തയ്യാറല്ല. മജോറിറ്റി 90% ഓഫ് ദ ആൾക്കാർ ഒന്നിച്ചു പോയെന്ന് പറയുന്നത് നമുക്ക് പോയേ പറ്റുള്ളൂ, ഇതൊരു വിഷയമാക്കണ്ട എന്ന തീരുമാനത്തിലാണ് ഞങ്ങളൊരു തീരുമാനമെടുത്തത്. താങ്ക് യു. ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് WMCയുടെ ഞങ്ങൾക്ക് നല്ലൊരു വനിതാ ഫോറമുണ്ട്. വനിതാ ഫോറത്തിനും യൂത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ് വേൾഡ് മലയാളി കൗൺസിൽ. വനിതാ ഫോറത്തിൻ്റെയും യൂത്ത് ഫോറത്തിൻ്റെയും ഡൈനാമിക് സെഷൻസ്, അതായത് അടുത്ത 30 വർഷത്തേക്കുള്ള പ്ലാനിങ് വളരെയധികം പ്രാധാന്യം കൊണ്ട് വനിതാ ചെയർപേഴ്സൺ നമുക്കുണ്ട്, യൂത്തിൻ്റെ ചെയർപേഴ്സണുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് സമ്മേളനത്തിന് ഉണ്ടെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പറയാൻ വിട്ടുപോയി. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സർ, ഈ വേൾഡ് മലയാളി കൗൺസിൽ തുടങ്ങിയത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബയലോ പ്രകാരമാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഈ ഓരോ രാജ്യത്തും ഇപ്പം അമേരിക്കയിലെ നിയമമല്ല ജർമ്മനിയിൽ, മറ്റു രാജ്യങ്ങൾ അതനുസരിച്ചിട്ട് വേൾഡ് മലയാളി കൗൺസിൽ ഓരോ രാജ്യത്തും അവരുടെ രാജ്യത്തിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബയലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെ വന്നപ്പോൾ പല വേൾഡ് മലയാളി കൗൺസിൽ എന്നുള്ള പേരിലും വേൾഡ് മലയാളി ഫെഡറേഷൻ, വേൾഡ് മലയാളി കോർപ്പറേഷൻ, അങ്ങനെ പല പേരിലുള്ള വേൾഡ് മലയാളി ബിസിനസ് ഫോറം അമേരിക്കയിൽ അങ്ങനെയുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല വേൾഡ് മലയാളി ഇവിടെ ചേർത്തുള്ള പല സംഘടനകളും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില സംഘടനകൾ അങ്ങനെയുണ്ട്, അത് അവർ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, ബോംബെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, മറ്റു പല ജർമ്മനിയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തൊക്കെ ഉള്ള വേൾഡ് മലയാളി കൗൺസിലുണ്ട്. നമ്മളതിനെ കാണുന്നത് നമ്മൾ ഈ മലയാളി സംഘടനകൾ എന്തിനു വേണ്ടിയിട്ടാണ്? മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളതൊരു പോസിറ്റീവായിട്ട് എടുക്കുക. ഞങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നത്. എങ്ങനെ അവർ ഉപയോഗിക്കുന്ന സെയിം ലോഗോ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് ആ ലോഗോ ഉപയോഗിക്കാം, ഞങ്ങൾക്കും ആ ലോഗോ ഉപയോഗിക്കാം. ഞങ്ങൾ അവർ തമ്മിൽ മത്സരമില്ല. ഞാൻ പറഞ്ഞത് രണ്ട് സംഘടനയല്ല, അത് ഞാൻ അതിലേക്ക് വരാം. അത് ഞാൻ പറയുന്നത് എല്ലാം ഒരു ബയലോയാണ്. ആ ബയലോ പ്രകാരം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിവിധ സ്ഥലങ്ങളിൽ വിവിധ നിയമങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഞങ്ങളതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എത്ര സംഘടന, മലയാളികളുടെ സംഘടന ഉണ്ടാകട്ടെ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? മലയാളികൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത്രയും കൂടുതൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ പറ്റുമല്ലോ. അത്രയും കൂടുതൽ മലയാളികൾക്ക് ചാരിറ്റി വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, വീട് വെച്ച് കൊടുക്കാൻ പറ്റും, ഒത്തിരി ആളുകൾ സഹായിക്കാൻ പറ്റും, വിദ്യാഭ്യാസ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ എത്ര മലയാളി സംഘടന വന്നാലും നല്ലതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ചില വേൾഡ് മലയാളി കൗൺസിലുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിന് ആരും തടസ്സം പറയാറില്ല. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഈ തുടങ്ങിയപ്പോൾ മുതലുള്ള ആ സംഘടനയുടെ പരമ്പരാഗതമായ ടി.എൻ. ശേഷം മുതലുള്ള സംഘടനയുടെ എൻ്റെ ജ്യേഷ്ഠൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തുടക്കത്തിലുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിൻ്റെ പരമ്പരാഗതമായിട്ട് വരുന്നതാണ് ഞങ്ങളെല്ലാവരും എന്ന് വിചാരിച്ച് മറ്റുള്ളവർ അവരാരും സ്പ്ലിറ്റ് ചെയ്ത് പോയവരൊന്നുമല്ല. അവരുടെ പ്രവർത്തനം നടത്തട്ടെ. അത് നടത്തുന്നതിന് ആരും ഒരു എതിരുമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക്, മലയാളികൾക്ക് പ്രയോജനമേ ചെയ്യൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലൊരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല. എല്ലാവർക്കും നന്ദി. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതിന് ഞങ്ങൾക്ക് അനുവദിച്ച സമയം 15 മിനിറ്റാണ്. ഒത്തിരി സമയം എടുത്തു തോന്നുന്നു. അടുത്ത പത്രസമ്മേളനക്കാർ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ എവരിബഡി. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അസർബൈജാനിലേക്ക് ക്ഷണിക്കുകയാണ്. ഭാവി പരിപാടികൾ, 30 വർഷത്തെ പരിപാടികളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ധാരാളം കാര്യങ്ങൾ മലയാളികൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവിടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന വിവിധ രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുമ്പോൾ സഹായിക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബിസിനസ് തുടങ്ങാൻ, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ, ലീഗൽ പ്രോബ്ലം ഉണ്ടായാൽ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് 52 രാജ്യങ്ങളിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രതിനിധികളുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.